IBS ഉള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടും ചെറുതല്ല. ഒരുപക്ഷെ ഭയാനകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പുറത്ത് പോകാനൊന്ന് പേടി, പുറത്ത് പോയാൽ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പേടിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജോലിയിൽ അല്ലെങ്കിൽ മക്കളോടുള്ള ഉത്തരവാദിത്തമായിക്കോട്ടെ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമായിക്കോട്ടെ, ഇതിലൊന്നും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഭയം തട്ടി ജീവിക്കുന്ന IBS രോഗികളെ നമ്മൾ കൺസൾട്ടേഷന് വരുമ്പം നിരവധി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ IBS നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ പ്രയാസങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. IBS എന്നുള്ളത് കേവലം ശാരീരികമോ അല്ലെങ്കിൽ വയറിന് മാത്രം ബാധിക്കുന്ന ഒരു അവസ്ഥയല്ല. അത് കൃത്യമായിട്ട് നമുക്കറിയാം. എവിടെ പോയാലും ബാത്റൂം വരെ തിരയേണ്ട അവസ്ഥ. കാരണം അത്രയും തീവ്രതയേറിയ രോഗങ്ങളാണ്. കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുക, അതുകൊണ്ട് തന്നെ ടെൻഷൻ വരിക, പ്രത്യേകിച്ച് പുറത്തു പോകുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായിക്കോട്ടെ, അത് വർക്കിംഗ് പ്രൊഫഷണലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ വേട്ടയാടിയിട്ട് നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഈ രോഗം നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു ശാശ്വത പരിഹാരം തേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കതിന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് ഒരു കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ചാറ്റ് ബോക്സിൽ ഹെൽപ്പ് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും.